കാരുഷ്യത്തിന് നേരെ കരുണയോടെ എന്നുള്ള ഈ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ഇത്രയധികം സിസ്റ്റർമാർ സദസ്സിലുള്ള ഒരു പരിപാടി നടത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് എല്ലാ ദിവസവും ടി വി കാണുമ്പോഴും പത്രം നോക്കുമ്പോഴും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും സിസ്റ്റർ പ്രീതി മേരിയുടെയും ആ മുഖം, അവർ സ്റ്റേഷനിൽ ദുർഗ് റെയിൽവേ സ്റ്റേഷനിലിരിക്കുന്ന ആ ചിത്രം, ഒരുപാട് സിസ്റ്റർമാരുടെ മുഖം എൻ്റെ മുമ്പിൽ തെളിഞ്ഞു വന്നു. സാധാരണ ഉള്ളവരെല്ലാവരുടെയും മുഖം അതിൽ പ്രതിഫലിച്ചു. അവരുടെ ജീവിതം ദൈവത്തിൻ്റെ വിളി കേട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ചും വളരെ സംഘർഷമുള്ള സ്ഥലങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്ന സിസ്റ്റർമാരെല്ലാം ഞാൻ ഓർത്തുപോയി. ഇവിടെ ഗാസയിൽ മിഷണറി ചാരിറ്റി സിസ്റ്റർമാർ പറയുകയുണ്ടായി, അവിടെ കത്തോലിക്ക പള്ളിയിൽ ബോംബിട്ട് അവർ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, ഞങ്ങൾക്ക് പേടിയില്ല, ഞങ്ങൾ പ്രവർത്തനം തുടരും, അതാണ് ഞങ്ങളോട് മദർ പറഞ്ഞത് എന്ന് പറഞ്ഞ ഒരു വാക്ക് നിങ്ങളെ കാണുമ്പോൾ ഓർമ്മിക്കുകയാണ്. നിങ്ങൾ ആ പ്രവർത്തനത്തിലുണ്ടായ പെട്ടെന്ന് ഇത്രയും വളരെ ലളിതമായി പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ടാകുന്ന ഒരു ഷോക്ക് ഉണ്ടാകാം നിങ്ങൾക്ക്. മിഷണറിമാരുടെ പ്രവർത്തനത്തെ പലതരത്തിലും കാണുന്നൊരു കാലത്ത് വേറെ എങ്ങും പോകണ്ട. ഞാൻ ഈ കോഴിക്കോടിനെ കുറിച്ച് ഓർത്തുപോയി. മിഷണറിമാർ വന്നില്ലായിരുന്നെങ്കിൽ ഈ ഇന്നത്തെ കോഴിക്കോട് ഇങ്ങനെ ആയതില്ല. ബാസൽ മിഷൻ വരുന്ന കാലത്ത് ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജാതി പ്രശ്നങ്ങളും അടിച്ചമർത്തലുള്ള കാലത്ത് ബാസൽ മിഷൻ വന്ന് ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നു. ജയപ്രകാശ് രാഘവയൊക്കെ അതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ തളിയിലൊരു ബ്രാഹ്മണന്മാർക്ക്, ഉയർന്ന ജാതിക്കാർക്കുള്ള വിദ്യാപാഠശാല മാത്രമേ ഉള്ളൂ. അതാണ് പിന്നെ വളർന്ന് ഗുരുവായൂരപ്പൻ കോളേജായിട്ട് മാറിയത്. അപ്പോഴാണ് ബാസൽ മിഷൻ ഇവിടെ വിദ്യ എല്ലാവർക്കും, എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്ന് പറഞ്ഞ ഒരു മുദ്രാവാക്യവുമായിട്ട് ഈ മലബാർ ക്രിസ്ത്യൻ കോളേജിൻ്റെ തുടക്കം അവരിടുന്നത്. ആ കോളേജിൽ നിന്നാണ് ഈ കോഴിക്കോട് നഗരത്തിലെ വ്യാപാര പ്രമുഖരും വിവിധ മതസ്ഥരും തീയവിഭാഗത്തിൽപ്പെട്ടവരും മുസ്ലിങ്ങളൊക്കെ പഠിച്ച് വലിയ ആൾക്കാരായി വന്നത് ഈ ക്രിസ്ത്യൻ കോളേജ് ഉള്ളതുകൊണ്ടാണ്. ആ കോളേജ് വന്നില്ലെങ്കിൽ കോഴിക്കോട്ടിൻ്റെ ഒരു സാംസ്കാരിക വളർച്ച അവിടെ തടസ്സപ്പെടുമായിരുന്നു. അതുമാത്രമല്ല, അവർ തൊഴിൽ കൊടുക്കാൻ വേണ്ടി, പാവപ്പെട്ടവർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി, അധസ്ഥിത വർഗ്ഗക്കാർക്ക്, അടിച്ചമർത്തപ്പെട്ട തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓട് ഫാക്ടറികൾ തുടങ്ങി. ഇവിടെ കോമൺവെൽത്ത് ഓടുകൾ, നമ്മുടെ പഴയ വീടുകളിലെല്ലാം ഉള്ള കോമൺവെൽത്ത് ഓട് ഫാക്ടറികൾ കോഴിക്കോടും മംഗലാപുരത്തും കണ്ണൂരും വളപട്ടണത്തും തിരൂരും കൊടക്കലിലൊക്കെ അവർ തുടങ്ങി. കോംട്രസ്റ്റ് എന്ന് പറയുന്ന വലിയൊരു തുണി ഒരു നമ്മുടെ മാനാഞ്ചരമുള്ള ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടം, അവിടെയാണ് കോംട്രസ്റ്റിൻ്റെ ഇന്ത്യൻ എയർലൈൻസിനും എയർ ഇന്ത്യക്കൊക്കെ അപ്പോൾസറി കൊടുത്തുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണെന്ന് ഓർക്കണം. അത്രയും പ്രശസ്തമായ തുണി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു തുണി മില്ല് ഉണ്ടാക്കിയവർ. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ച് സാമ്പത്തിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും പ്രത്യേക മിഷണറിമാരുടെ പാരമ്പര്യം അതൊന്നും തളർത്തിക്കളയാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ ഈ ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്ന, അല്ലെങ്കിൽ മതപരമായ സമ്മതം കൊടുക്കുന്ന നേതാക്കന്മാരൊക്കെ പലരും പഠിച്ചത് മിഷണറിമാർ തുടങ്ങിയ സ്ഥാപനങ്ങൾ, ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ തന്നെയാണ്. അവർ ഇടയ്ക്ക് പറയാറുണ്ട് ചില സമയത്തൊക്കെ, അല്ലാത്ത സമയത്ത് അവർ പറയില്ലെന്നേ ഉള്ളൂ. അങ്ങനെ പഠിച്ചു വന്ന വലിയ ഒരു പാരമ്പര്യത്തെ തച്ചുടയ്ക്കാൻ പറ്റില്ല. ഇന്ത്യയുടെ ഈ സംസ്കാരത്തെ ഒരിക്കലും ആർക്കും അങ്ങനെ തകർക്കാൻ പറ്റില്ല. അതാണ് ഇന്ത്യയുടെ ചരിത്രം. ഒരിക്കലും ഒരു തിന്മയങ്ങ് വളരാനൊരു അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഒരു പരിധി കഴിഞ്ഞാൽ നശിക്കും. പക്ഷെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഈ പറയുന്ന ഇവിടെ പ്രൊഫസർ ഹമീദ് ചന്ദമംഗലൂരും MS സജിയും ഗോപിയേട്ടനും പിന്നെ ജയപ്രകാശൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ ഭരണഘടനയെ മാറ്റാനുള്ള ശ്രമം, ഈ എന്തുകൊണ്ടാണ് ഈ മതേതരത്വവും സോഷ്യലിസവും ഇത്രയധികം ഇവർക്ക് ഇഷ്ടപ്പെടാത്ത കാരണം, അത് ജന്മിത്വത്തിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. അവർക്കത് വേണം. ഇപ്പോൾ അവിടെ ഉത്തരേന്ത്യയിൽ അവിടെ സാമൂഹ്യ വ്യവസ്ഥ നടന്നു പോകണമെന്നുണ്ടെങ്കിൽ, അടിമകളെപ്പോലെ ആൾക്കാരെ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിക്കാൻ പാടില്ല മിഷണറിമാർ. അല്ലാതെ മതം മാറ്റത്തിനേക്കാൾ അവർക്ക് പ്രശ്നം സാമ്പത്തികമായ മാറ്റങ്ങൾ വരും, അവർ ചോദ്യം ചെയ്യുന്നു വരും, അവർക്ക് കൂലി കൂട്ടിക്കൊടുക്കേണ്ടി വരും, അവരെ മനുഷ്യരെ കാണേണ്ടി വരും. അതുകൊണ്ടാണ് അവർ എതിർക്കുന്നത്. അപ്പോൾ സോഷ്യലിസവും മതേതരത്വവും അവർക്ക് വലിയ താല്പര്യമില്ലാത്തതിന് കാരണം വെറുതെ പറയുന്നതല്ല, അവരുടെ ആ സാമ്പത്തിക വ്യവസ്ഥിതി നിലനിന്ന് പോകണം, ആ ചൂഷണ വ്യവസ്ഥിതി ആ ജന്മികൾക്ക്. അതുകൊണ്ടാണ് പാർട്ടിക്ക് പോലും ഇവരെ നിയന്ത്രിക്കാൻ പറ്റില്ല. ആ പാർട്ടിക്ക് പോലും ബജരംഗതകൾ കാണിക്കുന്നതിന് പാർട്ടിക്ക് ഒരു പരിധിക്കപ്പുറം തടയാൻ പറ്റാത്തതിന് കാരണം ഈ ജന്മിത്വത്തിൻ്റെ വലിയൊരു പിടി അവിടെയുണ്ട്. അതിനാണ് അവർ ഭരണഘടനയിൽ മാറ്റം വരുത്താൻ നോക്കുന്നതല്ല. പക്ഷേ ഇതൊന്നും നിൽക്കില്ല. ഇതിനെതിരെയുള്ള ഇപ്പോൾ കണ്ടു ഒരു 2 സിസ്റ്റർമാരെയും ആദിവാസി പെൺകുട്ടികളെയും ഒരാളെയും ചെറുപ്പക്കാരനെ അറസ്റ്റാക്കിയപ്പോൾ ഇന്ത്യ ഒട്ടാകെ ഉണ്ടായ വലിയൊരു ഇളക്കം അത്രയും അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. ഇതൊക്കെ ഒരു തുടക്കമാണ്. നമ്മളിങ്ങനെ
മിണ്ടാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ MS സജി സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ജാഗ്രത വേണം. ചൂണ്ടയിട്ടുകൊണ്ട് നമ്മളെ പിടിക്കാൻ വരുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നിട്ട് വലിയ കാര്യങ്ങൾ നമ്മളെ കൊടുക്കുന്ന, നമ്മളെ എലിക്ക് കണി വെക്കുന്നതുമാരുള്ള പരിപാടികളൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി നിന്നാൽ ഇതിനൊന്നും വളരാൻ പറ്റില്ല. ഇന്ത്യയെ പോലെ ഒരു വലിയ സംസ്കൃതിയുള്ള സ്ഥലത്ത്, ഒത്തിരി വ്യത്യസ്തമുള്ള സ്ഥലത്തൊന്നും ആർക്കും ഏകാധിപത്യം സ്ഥാപിക്കാൻ പറ്റില്ല. പക്ഷേ ജാഗ്രതയോടെ പ്രവർത്തിക്കണം. അതിന് നമ്മൾക്ക് നമ്മുടെ പ്രാർത്ഥന, ഒരിക്കലും കുരിശുമരണം ഉത്ഥാനമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളല്ല. ഒരു തകർച്ചയ്ക്കും ഒരു കുരിശിനും അപ്പുറത്തേക്ക് നമ്മൾ ഉത്ഥാനത്തിൻ്റെ ഒരു വലിയ മഹത്വത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഇതൊന്നും പ്രശ്നമല്ല, പേടിക്കാനൊന്നുമില്ല. പക്ഷേ നമ്മൾ എപ്പോഴും പ്രതിഷേധിക്കുകയും അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുകയും ചെയ്യേണ്ട ഒരു കാര്യങ്ങളുണ്ട്. അതൊന്നും മറക്കാൻ പാടില്ല എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ഇതെല്ലാം മാറി നല്ലൊരു സുന്ദരമായൊരു ദിവസം നമുക്ക് വരും. നമ്മുടെ രാജ്യവും നമ്മളെല്ലാവരുടെയും ജീവിതം കുറേ കൂടി ശോഭനവും സുന്ദരവും സുരഭിലവുമാകും എന്നുള്ള പ്രത്യാശയോടെയും പ്രാർത്ഥനയോടെയും ആശംസയോടെ നിർത്തട്ടെ. നമസ്കാരം.